സഹൃദയരായ നാട്ടുകാരെ, വീട്ടുകാരെ, ബന്ധുക്കാരെ എല്ലാവർക്കും എൻ്റെ ഹാർദവമായ സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ അടുത്ത ദിവസത്തിൻ്റെ വീഡിയോ തുടങ്ങുകയാണ്. വൈകുന്നേരമായിട്ടില്ല, 8 മണിയായി. ഇത്ര നേരം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ ജോലി കഴിഞ്ഞു, നേരെ ബിദ്രോങ്കിൽ പോയി. അവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ഒന്നും ഉണ്ടായില്ല. പക്ഷേ ബിദ്രോങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ക്യൂട്ട് അമ്മച്ചി എന്തൊക്കെ ഉണ്ടായിരുന്നു, സ്ട്രോബെറി ട്രിസ്കാവുസ്ക, അങ്ങനെയാണ് പൊളിഷി പറയുക, വിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മച്ചിയുടെ നിന്ന് കുറച്ച് സ്ട്രോബെറി മേടിച്ചു, കുറേയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സ്ട്രോബെറി ആയിരുന്നു. അമ്മച്ചിയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, സ്ട്രോബെറി കഴുകി കുട്ടപ്പനാക്കി ഒരു പകുതി ഫുള്ളുണ്ടായിരുന്നു. അപ്പം മുക്കാലിരുന്ന് അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് കട്ടിൽ വരുന്നത് ഉറങ്ങിപ്പോയി. ഞാൻ ഇപ്പോഴും നീക്കണേ. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ നമ്മൾ ചിക്കൻ മേടിച്ചതൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ വെച്ചിട്ടൊരു പരിപാടിയാണ് ഗൈസ്. എൻ്റെ ആ ലുക്ക് കണ്ടോ? ഇത് ഒരെണ്ണം രാത്രി, ഒരെണ്ണം നാളെ കാലത്ത്, ബാക്കി ഒരെണ്ണം എന്ത് ചെയ്യും ഞാൻ പറയില്ല. അങ്ങനെ ഇവരെ നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഇവരെ നമ്മൾ നാളെ കൺസ്യൂം ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ബൈ പ്രൊഡക്ട്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇറക്കുന്നു. ഓ മൈ ഗോഡ്! അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ, അല്ല നാളത്തേക്കുള്ള ഇന്നത്തെ പരിപാടി. മനസ്സിലായല്ലോ? നമുക്ക് നാളെ കൊണ്ടുപോകും ഭക്ഷണത്തിനുള്ള പരിപാടികൾ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇത്രയും നേരത്തെ നല്ല വിശേഷങ്ങൾ. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഇപ്പോഴും ഇത്രയും വെളിച്ചമുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 10 മണി വരെ വെളിച്ചമുണ്ടാവും. ഇന്നാണെങ്കിൽ ഭയങ്കര മഴയും ഭയങ്കര വൃത്തിയായിട്ട ദിവസമായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും വെളിച്ചമുണ്ട്. ചെയ്യാ, നാളെ ആവട്ടെ, നാളെ ആയിട്ട് ബാക്കി കാര്യങ്ങൾ. ഇന്നലെ അവസാനിച്ചത് മഴയത്താണെങ്കിൽ ഇന്ന് തുടങ്ങുന്നത് മഴയല്ല. ഫുൾ മഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മൂടലുള്ള വിശാലമായ ദിവസം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വിധിയുടെ വിളയാട്ടം. അപ്പോൾ കാലത്ത് തണുപ്പും ഒരു ഉച്ച കഴിഞ്ഞാൽ ചൂടും. ഇന്നത്തെ ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ കാലത്ത് 5 ഡിഗ്രി, ഉച്ച കഴിഞ്ഞ് 17 ഡിഗ്രി, വൈകുന്നേരം പിന്നെ 8 ഡിഗ്രി. അതായത് ജോലി കഴിഞ്ഞ് പോകുന്ന സമയം. പറഞ്ഞിട്ട് എന്താ കാര്യം? ജോലിക്ക് പോകുമ്പോൾ നമ്മൾ കാലാവസ്ഥയുടെ കൂടെ യുദ്ധം ചെയ്യണം. പിന്നെ പല സാധനങ്ങളായിട്ട് യുദ്ധം ചെയ്ത് അവസാനം ജോലിക്ക് എത്തണം. അങ്ങനെയാണല്ലോ ജോലിയുടെ ഒരു നീക്കുപോക്ക്. ഇന്ന് പ്രത്യേകിച്ച് വിശേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല. പ്ലസ് ഇന്നലെ രാത്രി ഞാൻ പിന്നെയും തീരുമാനമെടുത്തു, അതായത് ഇന്ന് ജോലിക്ക് വരണമെന്നുള്ള തീരുമാനം. സോ ഇന്ന് നമ്മൾ ജോലിക്ക് പോകുന്നു. നാളെയും മറ്റന്നേയും എന്തായാലും ഉണ്ട്. കാരണം ശനി ഞായർ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അത് കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ഇല്ല. ശനി ഞായർ ഞാൻ വേണം, ഞാൻ ഇല്ലാണ്ട് പറ്റൂല, ആ ഒരു അവസ്ഥയാണ്. എന്നാലും ഈ കോപ്പിന് മഴ, സമ്മറിനെ കുറിച്ചൊരു 3-4 വാക്ക് പറഞ്ഞൊന്ന് വർണ്ണിച്ച് വരുമ്പോഴേക്കും മഴ, തണുപ്പ് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് വരും. വല്ലാത്ത ജാതി അവസ്ഥയല്ലേ? എനിക്ക് നല്ല രസമില്ലേ കാണാൻ? നമ്മുടെ നാട്ടിലെ മഴ പോലെയല്ല, പൊടിഞ്ഞ് നോക്കി. ഗംഭീര മഴ പരിപാടി വല്ല കാലത്തുണ്ടെങ്കിലും ഉള്ളൂ. അപ്പം ശരി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിനിമയിലെ ഡയലോഗുകളാണ്. പ്ലീസ്. പുള്ളിക്കാരൻ പറയും നമുക്ക് വേണ്ടി, നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിലൊരു ഡയലോഗ്, സവാരി ഗിരി ഗിരി മോനെ, സവാരി ഗിരി ഗിരി അഹമന അഹമന, സവാരി ഗിരി ഗിരി സരഗരി ഗിരിക്ക് അഹമന അഹമന, നിപ്പോ മോനെ ദിനേശ, Ніпор молоде менеша. നിപ്പോ മോനെ ദിനേശ. Кот Ніпольт. Then what dialogue is coming to mind? Доброго дня, з вами Іван Бобул, курва, і сьогодні ми знімаємо daily vlog. Pachutari. Say this again. Savari giri giri. Саварі гірі гірі. Nipo mone dinesha. You need more dialogues, right? Ніпо молоде менеша. നമ്മുടെ സെക്കൻഡ് ഡയലോഗ്, ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ അതിഗംഭീരമായ ഡയലോഗാണ് ഇനി അടുത്തത് പറയാൻ പോണേ. എൻ്റെ മോക്കൊക്കെ ചോദിച്ചു തുടങ്ങി, ഇവർ പറയാൻ പറ്റാത്തത് പറഞ്ഞുകൊണ്ട്. ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ. ഇവിടെ മതം, ജാതി, വർഗം. О, курва, ну я і... ഓക്കെ. ഇവിടെ Everyday. മതം, Мадам. ജാതി, Джаді. വർഗം. Варгам. That was right actually. ഇതൊന്നുമില്ല. Думіну віла. പണിയെടുക്ക, Паніріка. പണിയെടുക്ക, Панідіка.
കാശുണ്ടാക്കാൻ Козелака. എല്ലാവർക്കും ആവശ്യം എല്ലാവർക്കും ആവശ്യം. ആവശ്യം ആവശ്യം. വിശ്വസിക്കാൻ പറ്റുന്നവരെ വിഷമിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നവരെ and now they trust me It's заклятие. And I- now it trust me. and now they trust me. It's English. And now trust me. Yeah, Yeah, what? that was nice. Now tell everything together. No, seriously, you think ഇവിടെ I മതം remember? ജാതി വർഗം ഇതൊന്നുമില്ല, പണിയെടുക്കുക കാശുണ്ടാക്കുക എല്ലാവർക്കും വിശ്വസിക്കാൻ Oh, хорошо, Okay, bye bye. And now tell me what is this? What is It it? just means there is no religion, there is nothing such things. Everyone needs people to trust. You just make money and people needs people to trust. Kurwa, nie, delete it. It's not true. It's you nigga. It's true. Like, do you, let's say, categorize people with religion, color, such things? I know you do, but Yeah, you nigga, man. no, you white fucker. No religion, no caste, nothing. We all work, we all make money, and we all trust each other. That's most important. Right? Exactly. I know you don't trust me. It's fine because you are. I don't want to say that in the video. Then what else? How about we sing a song? Would you like to sing a Malayalam song with me? Sure. Maybe next day we'll sing. Maybe yes, next week, maybe next year. Don't say you're resigning next week. This is my HR and this is my photographer boss. Hola, hola española. Woohoo! Yes, let's go. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടുകാരെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ട് വീട്ടുകാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരുള്ളതുകൊണ്ടാണല്ലോ നമ്മളും ഇറങ്ങിയ ഫീൽഡിലേക്ക്, അതായത് വിദേശത്തേക്ക്. അപ്പം അവരെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. പക്ഷെ ഞാൻ പറയും, അതായത് ഒരു സംഭവം എനിക്ക് അടുത്ത് വന്നൊരു കമൻ്റാണ്. അതായത് ഒരു പുള്ളിക്കാരി, ഒരു ആൻറ്റി മെസ്സേജ് അയച്ചാണ്, ഇവിടെ ഇത്ര പേർക്ക് തിരക്കുണ്ടോ, എൻ്റെ മോന് വിളിക്കാൻ പോലും സമയമില്ല. പിന്നെ എനിക്ക് പരിചയമുള്ള എൻ്റെ കൂട്ടുകാരും ചിലവന്മാർ അങ്ങനെയൊക്കെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വിളിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു കാലത്ത് വീട്ടിൽ കിട്ടോ കിട്ടില്ലേ എന്നൊരു അവസ്ഥയിൽ വിഷമിച്ച് ഒരു പ്രത്യേകതരവസ്ഥയിൽ ഇരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നിട്ടുണ്ടാവണം. 99.9% ഉണ്ടാകും, എനിക്ക് ഉറപ്പാണ്. ഞാനിരുന്നതാ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ അപ്പനും അമ്മയും അല്ലാണ്ട് നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഉണ്ടാവും. അതല്ലാതെ വേറെ ഒരു മനുഷ്യനുണ്ടാവില്ല. കൂട്ടുകാരുണ്ടെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങളുടെ ഒപ്പം നിന്ന് വിഷമിക്കാനായിട്ട് ഇവിടെ വീട്ടുകാർക്കേ പറ്റുള്ളൂ. നിങ്ങൾ നാട് വിട്ട് വിദേശത്ത് ഏതെങ്കിലും രാജ്യത്ത് എത്തിപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരു മാതിരി ചെറ്റത്തര. പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും ക്യാഷ് റോൾ ചെയ്യുന്നു, എന്തിനായിക്കോട്ടെ, കാശ് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കണക്കും കാര്യങ്ങളും ചോദിക്കാണ്ട് അയച്ചു തരാനായിട്ട് അവർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിവിടെ വിഷമിച്ച് കഴിഞ്ഞാൽ നാട്ടിലിരുന്ന് വിഷമിക്കാൻ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദ കൺക്ലൂഷൻ ഈസ്, സമയം ഉണ്ടാക്കുക, വിളിക്കുക. കാരണം അവരുടെ ലൈഫിൽ പൊട്ടിക്കേണ്ട കാശ് അവർ കൂട്ടി വെച്ച് നിങ്ങളുടെ മേത്തേക്ക് ഇട്ട് തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ എഫേർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യണം. അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അങ്ങനെയാണ് ഒരു മര്യാദയുള്ള പിള്ളേരൊക്കെ ചെയ്യേണ്ടത്. ഞാൻ വലിയ തന്തവൈ പറക്കുന്നൊന്നുമല്ല, പക്ഷേ സമയം ഒന്ന് വിളിച്ച് ഹലോ സുഖമാണോ അല്ലെങ്കിൽ ഉറങ്ങിയോ കഴിച്ചോ എന്ന് ചോദിക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? എനിക്ക് തോന്നുന്നില്ല ഇത്രയും തിരക്കുണ്ടെന്ന്. ഇപ്പോൾ ട്രാവൽ ഇരുന്നിട്ടായാലും വിളിക്കാമല്ലോ. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം 5-6 പ്രാവശ്യം വിളിക്കും. അത് അപ്പനെയും വിളിക്കും, അമ്മേനെയും വിളിക്കും. വേണ്ടി വന്ന ചേട്ടൻ എല്ലാ ദിവസം വിളിക്കാറില്ല, പക്ഷെ വിളിക്കാറുണ്ട്. അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കാം, സംസാരിക്കാം. എല്ലാ ദിവസവും 10-20 പ്രാവശ്യം വിളിക്കണമെന്നൊന്നുമില്ല. ഒരു നേരം വിളിക്കുക, സുഖമാണോ എന്ന് ചോദിക്കുക, എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും. മിക്കവരും സംസാരിക്കാനൊന്നുമില്ല എന്നല്ലേ, നിങ്ങൾക്കുണ്ടാവില്ല, പക്ഷെ അവർക്ക് നിങ്ങളെ കണ്ടാൽ മതി. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. എന്നിട്ട് അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തുക, വിളിക്കാൻ നോക്കുക. അതാണ് ഇന്നത്തെ എൻ്റെ ചർച്ചാ വിഷയമേ എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി ഇതിനെക്കുറിച്ച് എനിക്ക് കുറേ പറയാനുണ്ട്, പിന്നെ പറയാം. ഞാൻ വീട്ടിൽ പോകുന്നു, ഇവരും വീട്ടിൽ പോകുന്നു. തണുപ്പാണ് കേട്ടോ.
എല്ലാവരുടെയും കൊടയുണ്ട്, എല്ലാവരും കുട്ടപ്പന്മാരായിട്ട് വീട്ടിൽ പോകുന്നു. Tell the dialogue which I told in the morning. Oh, don't say bad words. എൻ്റെ അടുത്ത് കൊള്ള തെറി വിളിക്കുന്നത്. അപ്പോൾ ഇവർ പോകുന്നു, ഞാനും പോകുന്നു. പക്ഷെ ഇവർ വേറെ റൂട്ടിലാണ്, ഞാനും വേറെ റൂട്ടിലാണ്. അപ്പോൾ ശരി, ബൈ. സേ ബൈ ബൈ. നോ, സേ ബൈ ബൈ. അനസ്തേഷ്യ, ബൈ ബൈ. ദിവസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ കാണിച്ചു തന്നെ കാണിക്കുക. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കാൻ പോവാന്ന് പലതോടത്തെ. പിന്നെ കുറേയൊക്കെ കാണിക്കാൻ റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് എന്തെങ്കിലുമൊക്കെ ജോലി സ്ഥലത്ത് കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും പരിപാടി നോക്കണം. നിങ്ങളുടെ കയ്യിൽ വല്ല ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതിനനുസരിച്ചിട്ട് പിടിക്കാം. ഇന്ന് പിന്നെ അവിടെ നടന്ന പരിപാടികൾ എന്ന് പറയുന്നത് യൂഷ്വലായിട്ട് കാലത്തുള്ള കുറച്ച് പരിപാടികൾ, അത് കഴിഞ്ഞിട്ടും ബ്രേക്ക് എടുക്കൽ, ചായ കുടിക്കൽ, പിന്നെ കുറേ നേരം ഉഴപ്പി നടക്കൽ, പിന്നെ ഒരുത്തനായിട്ട് ചെറിയ തല്ലുണ്ടായിരുന്നു. തല്ല് മീൻസ് തല്ലെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചുമ്മാ കുറച്ച് ഒന്ന് വാക്ക് തർക്കം വേറൊരുത്തനും കൂടി ഉണ്ടായിരുന്നു മാനേജറായിട്ട്, വേറൊരു ടീമിൻ്റെ. അപ്പോൾ അവനായിട്ട് കുറച്ച് വാക്ക് തർക്കം, പിന്നെ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബോറ് ദിവസമായിരുന്നു. പിന്നെ അതുകൂടാതെ ഞാനിന്ന് നേരത്തെ ഇറങ്ങി. കാരണം വീക്കെൻഡിലാണ് ഞാൻ 10-15 മണിക്കൂർ എടുക്കാറ്, അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ 8 മണിക്കൂർ എടുക്കാറ്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ വിളിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നിൽ 2 ടീമിൽ നിന്ന് കിണിക്കണുണ്ടാ, എന്നോട് ജോലി ചെയ്യണവന്മാരാ. അപ്പം അവരിന്ന് സൈഡിൽ നിന്ന് ചിരിപ്പിക്കുമ്പോൾ നമുക്ക് ചിരി വരില്ല, ആ ഒരു സംഭവം. അപ്പോൾ അതാണ് ഇന്നത്തെ ജോലി സ്ഥലത്തെ വിശേഷങ്ങൾ. വേറെ വിശേഷങ്ങൾ കുച്ചിനഹി. ഇനി വീട്ടിൽ പോവാ, കിടന്നുറങ്ങാം, അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ പരിപാടി നോക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശുഭരാത്രി, ശുഭദിനം. ബൈ 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 ബൈ.